യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് മോണിറ്റൈസേഷൻ ആയവർക്ക് യൂട്യൂബ് തരുന്ന ഒരു ഇതാണ് ഷോർട്ട് വീഡിയോ വഴി വരുന്ന ഷോർട്ട് വ്യൂസ് വഴി വരുന്ന വരുമാനം. പിന്നെ ലോങ് വീഡിയോസ് കാണുന്ന വഴി പരസ്യങ്ങൾ വഴി വരുന്ന വരുമാനമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പിങ്ങിൽ തന്നെ പുതിയതായിട്ട് ആഡായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും മിന്ത്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷനും വഴിയിൽ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് മിക്കവാറും ആമസോണൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. നോർമലി അത് വേറൊരു സൈറ്റ് വഴി ചെയ്തുകൊണ്ടിരുന്ന ആമസോണിൻ്റെ തന്നെ സൈറ്റ് വഴി ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് മിക്കവാറും ഇപ്പം ആമസോൺ വഴിയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർക്കറിയാം. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ കണ്ടിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലിങ്ക് അവർ കൊണ്ടിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ആമസോണിൻ്റെ ലിങ്ക് അല്ല അവർ കൊണ്ടിടുന്നത്, ആമസോൺ അഫിലിയേറ്റിൻ്റെ ലിങ്കാണ് കൊണ്ടിടുന്നത്. അതുവഴി ആ ലിങ്ക് പ്രസ് ചെയ്ത് കയറുമ്പോഴത്തേക്കും നമുക്കൊരു കമ്മീഷൻ അതുവഴി വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ആ ലിങ്ക് വഴി കയറിയിട്ട് മറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നതോ വഴിയുള്ള കമ്മീഷൻ നമുക്ക് ആമസോണിന് തരുമായിരുന്നു. ഫ്ലിപ്കാർട്ടിനും അതുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ട് ഇടയ്ക്ക് നിർത്തി വെച്ചു. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് നമുക്കതിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഫ്ലിപ്കാർട്ട് മിന്ത്ര രണ്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ വീഡിയോയുടെ താഴെ കണ്ട ഈ ഒരു പോർഷനിലായിട്ട് ഒരു ബാഗിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും, ഷോപ്പിങ്ങിൻ്റെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങൾ നമുക്കതുവഴി പർച്ചേസ് അതായത് ഞാൻ ഇപ്പോൾ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു ഇതാണ് ഇത് അഫിലിയേറ്റ് മാർക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ബാഗ് പോലെ കാണാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പെർസെൻറ്റേജ് അതായത് വീഡിയോസിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എത്ര ശതമാനമാണ് കമ്മീഷൻ എന്നുള്ളത് എനിക്കേ അറിയാൻ കഴിയത്തുള്ളൂ, കാണുന്ന ആൾക്കാർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു അഫിലിയേറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് എന്ന് പറയുന്ന സാധനം ഇതിൽ യൂട്യൂബ് വഴി നമുക്ക് സെറ്റിങ്സ് കൊണ്ടുവരുന്നെന്നുള്ളത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വഴി കാണാൻ പറ്റും. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയിൽ കയറുക, അതായത് രണ്ടാമത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറുക. അതിൽ നമുക്കിഷ്ടമുള്ള വീഡിയോ, അതായത് ഷോർട്ട് വീഡിയോ ആവാം, ലോങ് വീഡിയോ ആവാം, ഏതും ആവാം. നമുക്ക് അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കുറേ വീഡിയോസ് ഞാനതിൽ ചെയ്തിട്ടുണ്ട്, ഏകദേശം 100-200ഓളം വീഡിയോസ് ഞാനതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാതിരാത്രി പളനിക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വരുന്നത് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഇവിടെയാണ് വരുന്നത്. ഈ കാണുന്ന ഓപ്ഷനാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലോട്ട് കയറാം. അടുത്തത് നമുക്കിത് അധികം റീച്ചാകാത്തൊരു വീഡിയോ ഉണ്ട്, അതിലും കൂടെ നമുക്ക് ഇട്ട് കളയാം. ഇതിൽ നമ്മൾ കയറിയപ്പോഴത്തേക്കും എൻ്റെ സ്ക്രീനെ ഐ കാർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ താഴെയായിട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. പ്രൊഡക്റ്റിനകത്ത് നമുക്ക് ഇവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സ്റ്റോറിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടും ഉണ്ട്, മിന്ത്രയും ഉണ്ട്. നമുക്കതിൽ ഫ്ലിപ്കാർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും ഇതിൽ കാണുന്നത്. ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ പ്രോഡക്റ്റുകളും കിട്ടത്തില്ല. നമുക്ക് ലിങ്ക് കൊണ്ട് ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊന്നും ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല. ഇനി നോർമലി ആയിക്കോളും. നമ്മളിവിടെ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്കൊരു മൈക്ക് വേണം എന്നുള്ളത് മൈക്കിൻ്റെയാണ് നമുക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ വയർലെസ് മൈക്ക്. നമുക്ക് വയർലെസ് മൈക്ക് എന്നുകൊണ്ട് കൊടുക്കാം. വയർലെസ് മൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരെണ്ണം കൊടുത്തു. ഇതിൽ കുറേ വയർലെസ് മൈക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. 589 രൂപയാണ് നമുക്ക് ആ മൈക്കിൻ്റെ വില വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 8.5% നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ചിലത് കമ്മീഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും, ചിലത് രൂപയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു പ്രോഡക്റ്റ് കൊടുത്തപ്പോഴത്തേക്കും രൂപയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു മൈക്ക് കൊടുക്കാം. 589 രൂപയുടെ ഈ ഒരു മൈക്ക് കൊടുക്കാം. എന്നിട്ട് ടാഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലതുവശത്തേക്ക് ടാഗ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ആഡ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആഡ് ടൈം സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞിട്ട്
ഓപ്ഷനുണ്ട്. നമുക്ക് എവിടെ മുതൽ കാണണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെയൊക്കെ നമുക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കൊണ്ടുവച്ച് കൊടുക്കുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ തന്നെ വേറൊരു പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മൊബൈൽ, റിയൽമിയുടെ തന്നെ, ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റിയൽമി 13 Pro Plus ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ഫോണാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുക്കുകയാണ്. കമ്മീഷൻ പക്ഷേ 0 ആണ് കിടക്കുന്നത് കമ്മീഷൻ. നമുക്കതുകൊണ്ട് അതിട്ടിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 കമ്മീഷൻ. അപ്പം നമുക്ക് അത് വേണ്ട, സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴും കമ്മീഷനുമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും, റിയൽമിയുടെ ഒന്നിനും കമ്മീഷൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് നോക്കാം. ഒരു ബാഗ് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ ട്രക്കിംഗ് ബാഗ് നോക്കാം. കുറേ ട്രക്കിംഗ് ബാഗുകൾ വന്നിട്ടുണ്ട്. 45 രൂപ കമ്മീഷനുണ്ട്. നേരത്തെ പെർസെൻറ്റേജ് ആണ് എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ബാഗിൻ്റെയൊക്കെ കാര്യം വന്നപ്പോഴത്തേക്കും ഇവിടെ 8.5% കമ്മീഷനും ഉണ്ട്. ചിലതിന് 45 രൂപയാണ് കമ്മീഷൻ വരുന്നത്. നമ്മളിപ്പോൾ ഇത് കൊടുക്കുകയാണ്, ടാഗ് പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇവിടെ വലതുവശത്ത് ടാഗ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ വരും. അതിന് നമുക്ക് എഡിറ്റ് ടൈം സ്റ്റാമ്പ് കൊടുക്കാൻ പറ്റും. ഇവിടെ ആഡ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊണ്ടിട്ട് ആ മൈക്കിൻ്റെ പുറത്തുകൂടി നമ്മൾ ആ ബാഗ് കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം അവിടെ കാണിക്കത്തില്ല. അതുകൊണ്ടാണ് എറർ വന്നേക്കുന്നത്. അതിൻ്റെ ഓവർലാപ്പ് ആയിപ്പോയത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു എറർ വന്നേക്കുന്നത്. അത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് അല്ല, ആ ടൈം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സമയത്തുണ്ട് അവിടെ തെളിഞ്ഞ് വരുന്നുണ്ടോ, ബാഗിൻ്റെ ഫോട്ടോ അവിടെ തെളിഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് പ്ലേസ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്താൽ മതി. ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുക. ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് 2 പ്രോഡക്റ്റ് നമ്മളിവിടെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടിട്ടുണ്ട്, അഫിലിയേറ്റിന് വേണ്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ നമുക്ക് കിട്ടും.